വന്നിട്ടുള്ള പ്രമുഖ കാരണം കഴിഞ്ഞ 4 കൊല്ലം മുമ്പ് ഈ അധികാരത്തിൽ വന്ന സർക്കാരിനെ അധികാരത്തിൽ വരുവാൻ സഹായിച്ച ഒരു കക്ഷി എന്ന നിലയിൽ ഞങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വളരെ ന്യായമായ പല അവകാശങ്ങളും സാധിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷ അസ്ഥാനത്തിലായി എന്ന് മാത്രമല്ല വ്യാപാര രംഗത്ത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കച്ചവടം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ, കച്ചവടക്കാരുടെ സംരക്ഷണവും സുരക്ഷിതത്വവും നശിക്കുന്ന വിധത്തിലുള്ള ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും ഞങ്ങളുടെ ആവശ്യങ്ങൾ ഗവൺമെൻറ്റിന് ഉന്നയിക്കാനും വേണ്ടിയാണ് ഈ വാഹന പ്രതിരോധം നടത്തുന്നത്. ആരെയും അധികാരത്തിൽ കയറ്റാനോ അധികാരത്തിൽ ഇറക്കാനോ ഞങ്ങളുടെ ലക്ഷ്യമല്ല. വ്യാപാരികളുടെ നീറുന്ന പ്രശ്നങ്ങൾ, കേരളത്തിലെ 10.5 ലക്ഷം വ്യാപാരികൾ ഞങ്ങളുടെ സംഘടനയിൽ അംഗങ്ങളാണ്. 40 ലക്ഷം കുടുംബങ്ങൾ അതിൽ കൂടി ഉപജീവനം കഴിക്കുന്നു. 40 ലക്ഷം കുടുംബങ്ങൾ എന്ന് വെച്ചാൽ 1.5 കോടി ജനങ്ങൾ ഉപജീവനം കഴിക്കുന്ന കേരളത്തിലെ ഏക തൊഴിൽ മേഖല വ്യാപാര മേഖലയാണ്. ഈ വ്യാപാര മേഖലയെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല, പ്രശ്നങ്ങൾ തീർക്കുന്നില്ല. വ്യാപാരികൾ ഓരോ ദിവസം കൂടുന്തോറും അവരുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകുന്ന വിധത്തിൽ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വാഹന പ്രതിരോധ യാത്ര 20-ാം തീയതി മുതൽ കേരളത്തിലെ 14 ജില്ലകളിലും ആവിഷ്കരിച്ച് 14 ജില്ലയിലെ ജനങ്ങളുടെ സഹകരണത്തോടുകൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് 3-ാം തീയതി തിരുവനന്തപുരത്ത് സമാപിച്ച് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മറിച്ച് നടത്തുകയാണ്. 1 ലക്ഷം പേർ പങ്കെടുക്കുന്ന പ്രകടനമായിരിക്കും സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നടത്തുക.